പഴയ സെന്റ് ജൂഡ്സ് ഹോസ്പിറ്റൽ വർഷങ്ങളായി ആളൊഴിഞ്ഞ നിലയിലായിരുന്നു. മറന്നുപോയ രോഗങ്ങളുടെയും അടക്കിയ തേങ്ങലുകളുടെയും ജീർണിച്ച സ്മാരകം പോലെ. അതിന്റെ ചുവരുകൾക്കുള്ളിൽ വിചിത്രമായ സംഭവങ്ങളെക്കുറിച്ചുള്ള കഥകൾ നാട്ടുകാർ അടക്കം പറഞ്ഞു. എലാര എന്ന ആകാംക്ഷയും ഒരുപക്ഷെ വിഡ്ഢിത്തവുമുള്ള ഒരു യുവതി എപ്പോഴും അവഗണിച്ചിരുന്ന കാര്യങ്ങൾ. എന്നാൽ ഇന്ന് രാത്രി വരെ അവൾക്കതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു ധൈര്യത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു വിശദീകരിക്കാനാവാത്ത ആകർഷണത്താലോ എലാര 307 നമ്പർ മുറിയുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു. അതിനു ചുറ്റുമുള്ള അന്തരീക്ഷം തണുത്തതും കനത്തതുമായിരുന്നു. പഴയ രക്തത്തിന്റെ ഗന്ധം പോലെ നേരിയ ഒരു ലോഹഗന്ധം അവിടെ തങ്ങി നിന്നിരുന്നു. ആ മുറി നിശബ്ദമായിരുന്നു. പഴയ കെട്ടിടം അനങ്ങുന്നതിന്റെയും ഞരങ്ങുന്നതിന്റെയും ശബ്ദങ്ങൾ മാത്രം കേൾക്കുന്നു. പൊടിപടലങ്ങൾ വെളിച്ചത്തിൽ നൃത്തം ചെയ്യുകയായിരുന്നു. മറ്റേതൊരു ആളൊഴിഞ്ഞ മുറിയെയും പോലെ തോന്നിച്ചു. പിന്നീട് അവൾ അത് കണ്ടു. മതിലിൽ കൊത്തിവെച്ചത് ഒരു ഭൂതകാലത്തിന്റെ നിശബ്ദ സാക്ഷ്യം. അവൾ തനിച്ചായിരുന്നില്ല. സെന്റ് ജൂഡ്സ് ഹോസ്പിറ്റലിൽ അവളോടൊപ്പം വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ അവൾ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു.